തിരക്കുകൾക്കിടയിലൂടെ തിരക്കില്ലാതെ അവൻ നടന്നു. എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. ആരും അവനെ അടുത്തു വിളിച്ചില്ല. ചിലർ പറഞ്ഞു അനാഥൻ. തിളക്കമുള്ള കാഴ്ചകളെങ്ങും മണമുള്ള ആഹാരങ്ങളെങ്ങും ഒന്നിൻ്റെ പേരറിയില്ല. ചെങ്കോട്ടയ്ക്ക് അടുത്താണിത്. കുറ്റാലം പോകും വഴി. തല ഉയർത്തി നോക്കുന്ന ഒരു കൂറ്റൻ പാറ, അടുത്തൊരമ്പലം. പേടി തോന്നും. വല്ലാത്ത ഉയരം. ആരാണാവോ ഇവിടെ ഇതിനെ ഇങ്ങനെ കൊണ്ട് കുത്തി നിർത്തിയത്? രാക്ഷസപ്പാറ അല്ല, രാവണപ്പാറ. ഞാനിട്ട പേരാണ് രാവണപ്പാറ. കഥകടച്ച് തപസ്സിരിക്കുന്ന ദൈവങ്ങൾ എന്നെയും കണ്ടില്ല. വെയിലിന് കനം വച്ചു. ദാഹം, തളർച്ച, ഇതൊക്കെ ഇല്ലായ്മയുടെ ചില പൊല്ലായ്പകളാണ്. തലങ്ങും വിലങ്ങും ആഹാരം കൂട്ടാൻ വേണ്ടപ്പെട്ടവരുള്ള കുട്ടികൾ വിശപ്പ് എന്തെന്നു പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല. വേനൽ ചൂടിൽ തിളങ്ങി നിൽക്കുന്ന തെങ്കാശി പട്ടണം. ചൂട് മണിക്കുട്ടൻ്റെ കാഴ്ചകളാണ്. എല്ലാം അത്ഭുതങ്ങളാണ്. വളരെ ഉയരത്തിൽ ഉയർന്നു നിൽക്കുന്ന ഗോപുരം. ആ ഗോപുരത്തിൻ്റെ ഉള്ളിലൂടെ അകത്തേക്ക് ചെന്നപ്പോൾ ഒരു മരം നിറയെ തൊട്ടിൽ കെട്ടിയിരിക്കുന്നു. പിന്നെ ഈ ശിലയിൽ ആകെ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്. അവിടെ ആരും ആരെയും ശ്രദ്ധിക്കുന്നില്ല. കൽമണ്ഡപങ്ങൾ, കൽമണ്ഡപത്തിലെ വലിയ വലിയ ശില്പങ്ങൾ, ഇതെല്ലാം കണ്ടുകൊണ്ട് മുന്നോട്ട് നടക്കുകയാണ്. അന്നദാന മണ്ഡപത്തിലെ സദ്യാലയത്തിൽ ആൾക്കാർ ആഹാരം കഴിക്കുന്നത് കണ്ട് അവിടെ ചെന്ന് എത്തി നോക്കിയതാണ്. അപ്പോൾ പറഞ്ഞു 100 പേർക്കുള്ള ആഹാരം ഇന്നത്തേക്കുള്ളത് കഴിഞ്ഞു എന്ന്. പിന്നെ അവിടുന്ന് അതിൻ്റെ മുറ്റത്തേക്ക് നടന്നു. അസാധ്യമായ വെയിലാണ്. എങ്ങും എന്തൊക്കെയോ പണികൾ നടക്കുന്നുണ്ട്. ചുറ്റിലും ഏതൊക്കെയോ VIP വന്നിട്ട് പോകുന്നതിൻ്റെ ചില കാഴ്ചകളും കാണാനാകും. ഗോപുരത്തിൽ നിറയെ മനോഹരമായ എണ്ണമറ്റ ശില്പങ്ങളെ കാണാനാകും. ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ആരെങ്കിലും ഓടി വന്ന് മോനെ എന്ന് വിളിച്ച് എടുത്ത് നെഞ്ചോട് ചേർത്ത് കവളത്ത് ഉമ്മ വയ്ക്കുമോ? അവൻ അങ്ങനെ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടാകുമോ? അല്ലെങ്കിൽ അനാഥരുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമുണ്ടോ? അവർക്ക് പ്രാർത്ഥിക്കാൻ അറിയാമോ? സ്വപ്നാടനത്തിലെ സഞ്ചാരിയാണവൻ. പഴയ കുറ്റാലം വെള്ളച്ചാട്ടം കാണാൻ ഇപ്പോൾ കഴിയില്ലെന്ന് ആരോ പറഞ്ഞു. മലവെള്ളപ്പാച്ചിലിൽ റോഡ് നശിച്ചു. ഇപ്പോൾ അവിടെ ആൾക്കാരെ കടത്തിവിടുന്നില്ലത്രേ. അവിടെ അടുത്ത് തന്നെയാണ് കുറ്റാലം മെയിൻ ഫോൾസ്. എണീറ്റ് നടക്കുമ്പോൾ ചന്തിയിൽ നിന്ന് പൂഴിമണ്ണ് തുറതുറയെ താഴേക്ക് വീഴുന്നു. ആദ്യമായി ആരോ വിളിച്ചു മണിക്കുട്ടാ എന്ന്. അത് അവൻ്റെ പേരൊന്നുമല്ല. അവൻ അങ്ങനൊരു പേരില്ല. ജാതിയും മതവുമില്ല. കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ. കുറ്റാലത്തെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അതിവിശിഷ്ടമായ ക്ഷേത്രവും
അതിലേക്ക് പ്രകൃതി ജലധാര നടത്തുന്ന കുറ്റാലം വെള്ളച്ചാട്ടവും കഴിഞ്ഞു വന്നത് പ്രശസ്തമായ 5 ഫാൾസിലേക്കാണ്. കണ്ടാലറിയാത്ത ചിരിക്കാനറിയാത്ത കളിമൺ പ്രതിമകളെ. ഒരു ചുറ്റും മണിക്കുട്ടൻ ഈ തെരുവിൽ തിരിച്ചെത്തുമ്പോൾ വയർകാഞ്ഞ് അവൻ തളർന്നിരുന്നു. ആഹാരം ചോദിച്ചു, ആരും കൊടുത്തില്ല. മണിക്കുട്ടൻ നടന്നുപോയ വഴികളിലൂടെ പിന്നാലെ നടന്നവർ അവനെ ചൂണ്ടിപ്പറഞ്ഞു, അനാഥൻ. അവൻ വീഴാൻ കാത്ത് താണുപറക്കുന്ന വേതാളക്കഴുകന്മാർ ചുറ്റിലും. അവനെപ്പോലെ നിക്കറില്ലാത്ത മറ്റൊരു മണിക്കുട്ടനെ കണ്ടവൻ ചിരിച്ചു. പാലത്തിൽ ആൾക്കാരുടെ കയ്യിൽ നിന്ന് കണ്ടതും കടിയതും തട്ടിപ്പറിക്കുന്ന ധാരാളം കുരങ്ങന്മാർ അവൻ്റെ കൂട്ടുകാർ. ഞാൻ പിന്നാലെ നടന്നു ചെന്നു, ഒരു നിഴൽ പോലെ. മോനെ മണിക്കുട്ട, ഞാൻ നിനക്ക് ആഹാരം വാങ്ങിത്തരട്ടെ? നിനക്ക് വിശക്കയല്ലേ? അവൻ പൂഴിമണ്ണ് പറ്റിയ അവൻ്റെ ഉള്ളം കയ്യിൽ നോക്കി. ഞാൻ ആ കയ്യിൽ നിന്ന് പൊടി തട്ടിക്കളഞ്ഞു. എന്നിട്ട് അവനെ എടുത്ത് എൻ്റെ ഒക്കത്തിരുത്തി ആൾക്കൂട്ടത്തിനിടയിലൂടെ ഞാൻ നടന്നു. വീലുള്ള തത്ത, അപ്പൂപ്പൻ്റെ മുഖം മൂടി, ഇഴയുന്ന പാമ്പ്, അങ്ങനെ ധാരാളം കളിപ്പാട്ടങ്ങൾ അവന് വേണമായിരുന്നു. എൻ്റെ കുറച്ച് കാശുകൊണ്ട് അവനെ സമ്പന്നനാക്കാൻ ഞാൻ തീരുമാനിച്ചു. ഇതൊന്നും നീ നശിപ്പിക്കരുത്. ഇത് കൂടിയ കാശിന് നീ കൊണ്ടു നടന്ന് വിൽക്കണം. പിന്നെയും ഇത് തിരികെ വന്നു വാങ്ങണം. അപ്പോൾ കുറച്ചു കാശ് നിനക്ക് മിച്ചം കിട്ടും. അങ്ങനെ വേണം വളരാൻ, വലുതാവാൻ. ഒരു കൊച്ചു തന്ത്രം ഞാനങ്ങനെ അവനെ പഠിപ്പിച്ചു. നട്ടുച്ച വെയിലത്ത് ഞാൻ പിന്നെയും മുന്നോട്ട് നടന്നു. ചുമലിൽ ക്യാമറയും ഗാഡ്ജറ്റുകളും, ഇടുപ്പത്ത് മണിക്കുട്ടൻ. വിശന്നു തുടങ്ങിയിരിക്കുന്നു ഞാനും. മണിക്കുട്ടൻ്റെ ഒട്ടിയ വയറ് എൻ്റെ ഉടുപ്പിൽ വന്ന് തട്ടുന്നത് എനിക്കറിയാനാവും. ഇവൻ ഒരിക്കൽ ഈ തെരുവിലെ അതിസമ്പന്നനാവുമെന്ന് എൻ്റെ മനസ്സു പറഞ്ഞു. അല്പം കരുണ അതവന് വേണമായിരുന്നു. അത് ഞാൻ നൽകുന്നു. ഞങ്ങൾ ശാപ്പാട് വിൽക്കുന്ന ഭക്ഷണശാല തേടി പോവുകയാണ്. വാഴയിലയിൽ വിളമ്പിയ വെള്ളച്ചോറും അതിലേക്ക് ഊത്തിയ സാമ്പാറും ഞങ്ങൾ വാരി വാരി കഴിച്ചു. വിശപ്പിൻ്റെ ആഴങ്ങളിൽ ഒന്നായ ഞങ്ങൾ കുറ്റാലം ശിവക്ഷേത്രത്തിൻ്റെ പടിക്കൽ ആദ്യം മണിക്കുട്ടനെ കണ്ട അതേ സ്ഥലത്ത് വെച്ച് പിരിഞ്ഞു. അവൻ സനാതനോ അനാഥനോ എനിക്കറിയില്ല. ഞാൻ പോകുന്നു എന്ന് പറയാൻ ശ്രമിച്ചു. അവൻ എന്നെ മൈൻഡ് ചെയ്തതേയില്ല. അവൻ തെരുവിൽ അവൻ്റെ കളിപ്പാട്ടങ്ങൾ കൂടിയ വിലയ്ക്ക് വിൽക്കുന്ന തിരക്കിലായിരുന്നു അപ്പോൾ. ദൂരെ കുറ്റാലം വെള്ളച്ചാട്ടത്തിൻ്റെ നേർവീഴ്ച വരയ്ക്കുന്ന മഴവില്ല് കാണാനാകും. ഓർമ്മകളിൽ വസന്തം കാക്കുന്നവരുടെ തിരക്കും. കാത്തിരിക്കുന്നവർക്ക് വേണ്ടി ജീവിക്കുന്നവരും ഒറ്റപ്പെട്ട തുരുത്തിൽ സാമ്രാജ്യം തീർത്തവരെയും കാണാം. കുറ്റാലം അരുവിയിൽ നിന്ന് ഉപേക്ഷിക്കപ്പെട്ട തുണികൾ പറക്കുന്നവരെ കണ്ടു. മണ്ണിൽ നിന്ന് സ്വർണ്ണത്തരികൾ തിരയുന്നവരെ കണ്ടു. ശ്രദ്ധിക്കാതിരുന്നാൽ സർവ്വതും അടിച്ചു മാറ്റാൻ നടക്കുന്ന ചിലരും ഉണ്ടാകും കൂട്ടത്തിൽ. ആയിരം വർഷം കൂടുതലായി.
പണി നടക്കും. ഇപ്പോൾ അമ്പലത്തിൽ പണി നടക്കും. ഓക്കെ. ഇത് കുംഭാഭിഷേകം. ആ ഹാ ഹാ. എടുക്ക സമയം എല്ലാം 20 സമയം. ഇല്ലായ്മയുടെ ഒരു വരൾച്ചയുണ്ട്. അത് തോന്നിക്കുമെങ്കിലും അതിൽ ധനവാന്മാരും ഏറെ കാണും. എല്ലാ മുഖംമൂടികളാണ്. ഇനി ആരെയും തിരിച്ചറിയാൻ കഴിഞ്ഞുവെന്ന് വരില്ല. തിരിച്ചു വരുമ്പോൾ മണിക്കുട്ടൻ്റെ കൊച്ചു പീടികയിൽ ആൾക്കൂട്ടം കണ്ടു. അവനും കൊച്ചു കച്ചവടക്കാരനായി കഴിഞ്ഞിരിക്കുന്നു. நல்லா இருக்காண்ணா? ഞാൻ പലവട്ടം അതുവഴി ഇതുവഴി പോയി. മണിക്കുട്ടൻ എന്നെ കണ്ടില്ല. അവനെ ഞാൻ കണ്ടു. ഇനി തിരികെ പോണം. തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് ചുരം താണ്ടി യാത്രയിലുടനീളം എൻ്റെ മനസ്സിൻ്റെ ഊടുവഴികളിൽ ചന്തിയിൽ നിന്ന് പൊടി തൂകി എൻ്റെ മുന്നേ മണിക്കുട്ടൻ നടന്നു നീങ്ങി. ജീവിതത്തിൻ്റെ സൂത്രവാക്യം പകർന്നു കിട്ടിയ ചിലരിൽ ഇനി മണിക്കുട്ടനും. നിങ്ങളെന്തെങ്കിലും ഇനി കുറ്റാലം പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. അവിടെ ഉണ്ടോ എന്ന് നോക്കണം. സമ്പന്നനായ ഒരു കളിപ്പാട്ട വിൽപ്പനക്കാരനെ. ഇത്രയും നേരം എന്നോടൊപ്പം ഉണ്ടായിരുന്ന പ്രിയ പ്രേക്ഷകർക്കെല്ലാം 1000 നന്ദി. സ്നേഹപൂർവ്വം സാഫ്രോൺ.